സ്കിൻ ടിൻസ് ഒരു ഭയങ്കര ട്രെൻഡ് ആയിട്ടിരിക്കുകയാണ്. ഹൈ എൻഡ് ബ്രാൻഡ്സിലും ഉണ്ട്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്രാൻഡ്സിലും ഉണ്ട്. പക്ഷെ ഇത് വാങ്ങിക്കണോ? ആവശ്യമുണ്ടോ ശരിക്കും? എന്റെ കയ്യിൽ പ്രത്യേകിച്ച് ഒരുപാട് ഫൗണ്ടേഷനും കൺസീലറും ഇരിപ്പുണ്ട്. അപ്പൊ ഇത് വേസ്റ്റ് ആയി പോയില്ലേ? അപ്പോൾ ഞാൻ പറയുകയാണ്, ഇത് വാങ്ങിക്കേണ്ട ആവശ്യമേ ഇല്ല. വെറുതെ പൈസ കളയരുത്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്ത് തന്നെ സ്കിൻ ടിൻറ്റ് തയ്യാറാക്കാം. ഫൗണ്ടേഷൻ, സൺസ്ക്രീൻ, പിന്നെ ഒരു സ്ട്രോബിംഗ് ക്രീം. ഞാൻ ലാക്മിയുടെ ലൂമി ക്രീം ആണ് എടുക്കുന്നത്. ലൂമി ക്രീം ഇല്ലെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താലും മതി. ഇത് മൂന്നെണ്ണം കൂടെ എടുത്ത് മിക്സ് ചെയ്യുക. ഫൗണ്ടേഷൻ കുറച്ച് എടുത്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സാധാരണ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത് പോലെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഇത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു കവറേജ് ആണ് കൊടുക്കുന്നത്. ഒട്ടും തന്നെ ഫൗണ്ടേഷന്റെ ആ ഒരു ആർട്ടിഫിഷ്യൽ കേക്കി ലുക്ക് ഒന്നും കൊടുക്കില്ല. മാത്രമല്ല സ്കിൻ കെയർ ബെനിഫിറ്റ്സും ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഒരു സ്കിൻ ടിൻറ്റ് നമുക്ക് പ്രത്യേകം വാങ്ങണമെന്നില്ല, പൈസ ചെലവാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം വീട്ടിൽ തന്നെ. നിങ്ങളുടെ കയ്യിൽ ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ മാത്രം സ്കിൻ ടിൻറ്റ് വാങ്ങിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. പിന്നെ ഓയിലി ആവാൻ സാധ്യതയുള്ള ഏരിയാസിലൊക്കെ പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ മേക്കപ്പ് ചെയ്യുന്നത് പോലെ ഞാനിവിടെ ബ്ലഷ് ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കണ്ണിന്റെ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ഐലൈനർ, മസ്കാര ഒക്കെ ഇട്ടു. എന്നിട്ട് ലാസ്റ്റ് ഒരു ലിപ്സ്റ്റിക്കും കൂടെ ഇട്ടിട്ട് ഫിനിഷ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു മേക്കപ്പ് എന്ന് പറയുന്നത് നല്ല നാച്ചുറൽ ഹെൽത്തി ലുക്കിംഗ് സ്കിൻ ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ലൈറ്റ് മേക്കപ്പ് നമുക്ക് വർക്കിനോ അല്ലെങ്കിൽ കോളേജിലൊക്കെ ഇട്ടുകൊണ്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.